നമസ്കാരം. വി എസ് അച്യുതാനന്ദന്റെ മരണത്തിനു ശേഷം പിരപ്പൻകോട് മുരളി നടത്തിയ പ്രസ്താവനകൾ വിവാദമായിരുന്നു. പിരപ്പൻകോട് മുരളിക്കെതിരെ ഇപ്പോൾ നിലവിൽ വലിയ പ്രതിഷേധങ്ങളുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ താൻ നടത്തിയ പ്രസ്താവനകൾ പിൻവലിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. തിരുവനന്തപുരം സംസ്ഥാന സമ്മേളനത്തിൽ വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് ഒരു യുവ നേതാവ് പറഞ്ഞെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പിരപ്പൻകോട് മുരളി. യുവ നേതാവ് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. സ്വരാജിന്റെ പേര് പറഞ്ഞത് ഗോവിന്ദൻ മാഷാണെന്നും പിരപ്പൻകോട് മുരളി ഒരു ചാനലിനോട് പറഞ്ഞു. 74 വയസ്സായ എന്നെ ഒഴിവാക്കി 93 വയസ്സായ ആളെ സംസ്ഥാന കമ്മിറ്റിയിൽ നിലനിർത്തി. അത് തോന്നിയവാസമല്ലേ? എന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാക്കാൻ ശ്രമിക്കുന്നത് ഹൃദയവേദന ഉണ്ടാക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. പണസമാഹരണത്തിന് വേണ്ടി ഇല്ലാത്ത കാര്യം പറയുന്ന ആളല്ല താനെന്നും അദ്ദേഹം വ്യക്തമാക്കി. വി എസ് അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയമാക്കണമെന്ന ആവശ്യം പാർട്ടി സമ്മേളനത്തിൽ ഉയർന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പൊതുയോഗത്തിൽ വി എസ് അതിന് മറുപടി പറഞ്ഞതെന്നും പിരപ്പൻകോട് മുരളി ചോദിക്കുന്നു. 2012 തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ വി എസിനെ അത്തരത്തിൽ അധിക്ഷേപിച്ചെന്ന പ്രതികരണത്തിൽ ഉറച്ചു നിൽക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. പുസ്തകം എഴുതി പണം ഉണ്ടാക്കാനാണ് തന്റെ ശ്രമമെന്ന് ആരോപിക്കുന്ന എം വി ഗോവിന്ദൻ ആരാണ് തോന്നിയവാസവും അസംബന്ധവും പറയുന്നതെന്ന് സ്വയം പരിശോധിക്കണമെന്നും പിരപ്പൻകോട് മുരളി ആവശ്യപ്പെട്ടു. വി എസിനെ അനുസ്മരിച്ച് മലയാള മനോരമയിൽ എഴുതിയ ലേഖനത്തിലാണ് അന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റായിരുന്ന എം സ്വരാജ് ഇങ്ങനെ പ്രസംഗിച്ച കാര്യം പിരപ്പൻകോട് തുറന്നെഴുതിയത്. ആ ആവശ്യം സമ്മേളനത്തിൽ ഉയരുക മാത്രമല്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം നേതാക്കളിൽ നിന്നുണ്ടാവുകയും ചെയ്തെന്ന് പിരപ്പൻകോട് മുരളി പറഞ്ഞു. അതുകൊണ്ടാണ് പൊതുയോഗത്തിൽ വി എസ് അതിന് മറുപടി നൽകിയത്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് പ്രസ്താവന നടത്തുമ്പോൾ അതുകൂടി ഓർമ്മിക്കണം. ഇതെല്ലാം താൻ നേരിട്ട് കേട്ടതാണ്. 50ലേറെ പുസ്തകം എഴുതിയിട്ടുണ്ട്. നാളെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ തന്റെ നാടകങ്ങൾ കൂടി വായിക്കേണ്ടി വരും. EMSനെയും AKGയെയും നായനാരെയും കുറിച്ചെല്ലാം എഴുതിയിട്ടുണ്ട്. അന്നൊന്നും പണം സമ്പാദിക്കാനാണിത് ചെയ്തതെന്ന് പാർട്ടിക്ക് തോന്നിയില്ലല്ലോ. 10 കൊല്ലം MLA ആയിരുന്നു, 5 വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. പൊതുജീവിതത്തിലൂടെ നയാ പൈസ സമ്പാദിച്ചിട്ടില്ല. പാർട്ടിക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. 2016 ആദ്യത്തെ 6 മാസം വി എസിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടതിന്റെ പേരിൽ അടുത്ത സംസ്ഥാന സമ്മേളനമായപ്പോൾ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയ തനിക്കെതിരെ CPM നടപടിയെടുക്കുകയോ പുറത്താക്കുകയോ ചെയ്തിട്ടില്ല. ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന പ്രസ്താവനകൾ ആരിൽ നിന്നുണ്ടായാലും അംഗീകരിക്കാനാവില്ലെന്ന് പിരപ്പൻകോട് മുരളി പറഞ്ഞു. അതേസമയം വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് എം സ്വരാജ് പാർട്ടി സമ്മേളനത്തിൽ പറഞ്ഞെന്ന പിരപ്പൻകോട് മുരളിയുടെ വെളിപ്പെടുത്തൽ CPM സംസ്ഥാന സെക്രട്ടറി എം ഇ ഗോവിന്ദൻ തള്ളിയിരുന്നു. മുരളിയുടെ വെളിപ്പെടുത്തൽ ശുദ്ധ അസംബന്ധവും തോന്നിവാസവുമാണ്. മുരളി മാത്രമാണോ സമ്മേളനത്തിൽ പങ്കെടുത്തത്? ഞങ്ങളെല്ലാം പങ്കെടുത്തതാണ്. അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. പുസ്തകത്തിന് പ്രചാരം കിട്ടാൻ വേണ്ടി വാർത്തയുണ്ടാക്കുകയാണ്. തികച്ചും തെറ്റായ പ്രചാരവേലയാണത്. മുരളിക്ക് നിലവിൽ പാർട്ടി അംഗത്വം പോലുമില്ലെന്നും എം വി ഗോവിന്ദൻ മറുപടി പറഞ്ഞു. എന്തായാലും തിരുവനന്തപുരം സംസ്ഥാന സമ്മേളനത്തിൽ വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്നൊരു യുവ നേതാവ് പറഞ്ഞെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പിരപ്പൻകോട് മുരളി. യുവ നേതാവ് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സ്വരാജിന്റെ പേര് പറഞ്ഞത് ഗോവിന്ദൻ മാഷാണെന്നും പിരപ്പൻകോട് മുരളി ഒരു സ്വകാര്യ ചാനലിനോട് പറയുകയായിരുന്നു.